ഫോട്ടോഷോപ്പിൽ എഡിറ്റിങ്ങിനായിട്ട് തുറന്നു വെച്ച ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് 3 സംഗതികളാണ്. ഒന്ന് അഡീഷൻ, ഡെലിഷൻ, മോഡിഫിക്കേഷൻ. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള ചിത്രത്തിലേക്ക് കൂടുതൽ കാര്യങ്ങളെ ആഡ് ചെയ്യുക, അതായത് ചേർക്കുക. ഡെലിഷൻ എന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ ഭാഗങ്ങളോ മറ്റോ ഒഴിവാക്കുക. മോഡിഫിക്കേഷൻ എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ഭാഗത്ത് മാറ്റങ്ങൾ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ 3 കാര്യങ്ങൾക്കാണ് എഡിറ്റിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഈ ചിത്രത്തെ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇതിനു മുമ്പായിട്ട് എഡിറ്റിങ്ങിനായിട്ട് ഒരു ചിത്രം എഡിറ്റ് ചെയ്യുമ്പോൾ ആ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് എവിടെ വേണം എന്നുള്ളത് നമ്മൾ ഫോട്ടോഷോപ്പിന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിക്കാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ സ്വീകരിക്കാനായിട്ട് ഫോട്ടോഷോപ്പ് ഒരുപാട് ഉപാധികൾ നമുക്ക് തരുന്നുണ്ട്. ഇതിലെ ഉപാധികളെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇവിടെ ഈ ടൂൾ ബോക്സിൽ നമ്മളിവിടെ കാണുന്ന ഈ ടൂൾ ബോക്സിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ടൂളിനെ മൂവ് ടൂൾ എന്നാണ് പറയുന്നത്. മൂവ് ടൂള് എന്ന ഈ ടൂള് വളരെയധികം ഉപകാരമുള്ള ടൂളാണ്. ഈ ടൂള് ലഭിക്കുന്നതിനായിട്ട് കീബോർഡിൽ V എന്ന അക്ഷരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ടൂളിലേക്ക് എത്താനായിട്ട് സാധിക്കും. തൊട്ട് താഴെ കാണുന്ന ഈ ബട്ടൺ, ഇത് കാണുന്ന ഈ ബട്ടണ് സെലക്ഷൻ ബട്ടൺസ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബട്ടൺ റെക്ടാങ്കുലർ മാർക്കി ടൂൾ എന്നാണ് ഇതിൻ്റെ പേര്. മാർക്കി ടൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്ക് ചെയ്യുക അഥവാ സെലക്ട് ചെയ്യുക എന്നതാണ്. റെക്ടാങ്കിൾ എന്നാൽ ചതുരത്തിൽ അതിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ ഈ കാണുന്ന ഒരാളുടെ ഒരു ചതുരത്തിലുള്ള ഒരു ഭാഗം നമുക്ക് കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ കളർ കൊടുക്കുകയോ മറ്റോ ആവശ്യമായി വരുമ്പോൾ ഈ ടൂളിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ ടൂൾ ലഭിക്കുന്നതിന് കീബോർഡിൽ M എന്ന അക്ഷരം പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ M എന്ന അക്ഷരം പ്രസ് ചെയ്യുമ്പോൾ ആ ടൂളിലേക്ക് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ ടൂള് സെലക്ഷനിൽ വന്നിരിക്കുകയാണ്. ഈ ടൂള് സെലക്ഷനിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ മൗസ് പോയിന്ററിന് വരുന്ന മാറ്റവും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ മൗസ് പോയിന്റർ ഒരു ക്രോസ് ഹെയർ എന്ന ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. ക്രോസ് ഹെയർ എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു മുടിയുടെ ഒരു ഇതുപോലെ വന്നിരിക്കുകയാണ്. ഈ ക്രോസ് ഹെയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടൂള് മറ്റേതെങ്കിലും ഒരു ടൂള്, അതായത് മൂവ് ടൂളോ അല്ലാത്ത മറ്റേതോ ഒരു ടൂള് സെലക്ഷൻ ടൂളാണ് മെയിനായിട്ട്. കാരണം മറ്റേതൊരു ടൂള് സെലക്ട് ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ പോയിന്റർ നോക്കിക്കൊണ്ട് ഏത് ടൂളാണ് സെലക്ഷനിലുള്ളതെന്ന് മിക്കവാറും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് വഴിയെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റെക്ടാങ്കുലർ മാർക്കി ടൂൾ സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ മൗസിൻ്റെ ഷേപ്പ് ഒരു ക്രോസ് ഹെയറിലേക്ക് മാറിയിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെലക്ഷൻ ചെയ്യാനായിട്ട് സെലക്ഷൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലോ റൈറ്റ് ടോപ്പ് കോർണറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ, നമ്മൾ റെക്ടാങ്കിൾ ഷേപ്പിലാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം റെക്ടാങ്കിളിന് 4 മൂലയാണുള്ളത്. ആ 4 മൂലയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കർസർ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം, അതായത് പോയിന്റർ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം മൗസിലെ ഇടത് മൗസ് ബട്ടൺ അമർത്തി പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കും. മറ്റു മൂലയിലേക്ക് ഡയഗണലായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായ സെലക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രാഗിങ് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കാണുന്ന ഡ്രാഗിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറുമ്പരിക്കുന്നത് പോലെയുള്ള ഒരു സംഗതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഫോട്ടോഷോപ്പിൽ സെലക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത് റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു സെലക്ഷനാണ് നടത്തിയിരിക്കുന്നത്. റെക്ടാങ്കിൾ ഷേപ്പിലുള്ള സെലക്ഷൻ മാത്രമേ റെക്ടാങ്കുലർ ടൂൾ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇതിൻ്റെ ഫർദർ അപ്ലിക്കേഷൻസ്, അതായത് കൂടുതലായിട്ടുള്ള ഉപാധികൾ വഴിയെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സെലക്ഷൻ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്, സെലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും മാറ്റം, എഡിറ്റിംഗ്, അതായത് അഡീഷനോ ഡെലീഷനോ മോഡിഫിക്കേഷനോ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഇടം ഏതെന്ന് കൃത്യമായിട്ട് ഫോട്ടോഷോപ്പിന് പറഞ്ഞു കൊടുക്കുന്ന സംവിധാനമാണ് സെലക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു ഷേപ്പിനകത്ത്, തലയുടെ ഷേപ്പിൻ്റെ ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണെന്ന് പറയാം. സെലക്ഷൻ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ, അതായത് ആ ഉറുമ്പരിക്കുന്നത് നിലനിൽക്കുന്നതിനാണ് സെലക്ഷൻ ആക്റ്റീവ് ആയിരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്ഷൻ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ പിന്നീട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ സെലക്റ്റഡ് പാർട്ടിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ, സെലക്ഷന് പുറത്തുള്ള ഭാഗങ്ങളെ ബാധിക്കുന്നതല്ല. അപ്പോൾ ഇതിനാണ് നമ്മളെപ്പോഴും സെലക്ഷൻ ചെയ്യുന്നത്. സെലക്ഷന് നന്നായി കൈകാര്യം ചെയ്യുന്ന അറിയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അത് പഠിച്ച ഒരാൾക്ക് ഫോട്ടോഷോപ്പിൻ്റെ സാധ്യതകളെ അനന്തമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. സെലക്ഷൻ്റെ വിവിധ സെലക്ഷനുകളെ ഒരു കോമ്പിനേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ തരത്തിൽ നമുക്ക് വളരെ അനായാസമായിട്ട് സെലക്ഷൻസിൻ്റെ റേഞ്ചും അതിൻ്റെ സ്കോപ്പും വ്യത്യസ്തപ്പെടുത്തി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇഫക്റ്റുകൾ ചെയ്യാവുന്നതാണ്. ഇവിടെ വളരെ ലളിതമായിട്ട് സെലക്ഷൻ നടത്തിയിരിക്കുകയാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ നടത്തിയിരിക്കുന്നത് ഒന്നുകൂടി പറയാം, എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് സംഗതികൾ, അഡീഷനോ ഡെലീഷനോ മോഡിഫിക്കേഷനോ ഇതിൽ നടത്താൻ വേണ്ടിയാണ് നമ്മൾ സെലക്ഷൻ എപ്പോഴും ചെയ്യുന്നത്. അതിൽ റെക്റ്റാങ്കിൾ സെലക്ഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സെലക്ഷൻ മാത്രമാണ് ഇതുകൊണ്ട് സാധ്യമാവുന്നത്.